ന്യൂസ് ടുഡേയിലേക്ക് വീണ്ടും. കോഴിക്കോട് താമരശ്ശേരിയിലെ അറവുമാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ സമരസഹായ സമിതി 11-ാം തീയതി താമരശ്ശേരിയിൽ മഹാറാലി നടത്തും. വീടുകൾ കയറിയുള്ള പോലീസ് നടപടി തുടർന്നാൽ തടയേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ്. തികച്ചും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് അവരുടെ സമരം. ആ സമരത്തിന്റെ ഇടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള അക്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ അക്രമം നടത്തിയെന്നുള്ളത് അതിന്റെ വിഷ്വൽസ് പരിശോധിച്ച പോലീസിന് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. 11-ാം തീയതി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു മഹാറാലി താമരശ്ശേരിയിൽ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. വീട് കയറുന്നത് പോലീസ് നിരപരാധികളുടെ വീട്ടിലാണ് കയറുന്നത്. അത് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചിട്ടില്ലേ പോലീസിനെ തടയേണ്ടതായി വരും. അക്രമം നടത്തിയ ആളുകളുടെ വിഷ്വൽസ് ഉണ്ട്. അത് പരിശോധിച്ച് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. നിരപരാധികളെ വേട്ടയാടാൻ പറ്റില്ല. എ കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. എ കെ അഭിലാഷ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതിലിപ്പോൾ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? സമരസമിതിയുടെ ഒരു സമരം പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ സഹായ സമിതിയുടെ നേതൃത്വത്തിലും അവിടെ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ ഒരു സംയുക്ത അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു സമര പരിപാടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 11-ാം തീയതി അവിടെ ഒരു ബഹുജന റാലി സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങളടക്കം സംഘടിപ്പിക്കാനുള്ള തീരുമാനം അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രഷ് കട്ടിന് അനുകൂലമായ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവിലാണ് ഇവർ സംശയം പ്രകടിപ്പിക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ചില ദുരൂഹതയുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. കാരണം ഇവർക്ക് ഫ്രഷ് കട്ടിന്റെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യത്തിനനുസൃതമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തോ എന്നുള്ളൊരു സംശയമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ സംഘർഷത്തിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പകരം നിരപരാധികളായ ആളുകളുടെ വീട്ടിൽ കയറി പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയാണെങ്കിൽ പോലീസിന് തടയേണ്ടി വരുമെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും വലിയ തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നു. നാടൊന്നാകെ ആ ഒരു സമരം ഏറ്റെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരസമിതിക്ക് പുറമെ സമരസഹായ സമിതി കൂടിയാണ് ഈ സമരത്തിന്റെ ഭാഗമാവാൻ പോകുന്നത്.